ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവതകഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ സ്കന്ധത്തിലെ 31ാമത്തെ കഥയാണ്. കർദമൻ്റെ തപസ്സും ഭഗവാന്റെ വരദാനവും. സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ സ്വയംഭൂ മനുവിൻ്റെ കാലത്ത് വംശവർദ്ധനവ് ആരംഭിച്ചു. പ്രിയവദനും ഉത്താനപാദനും മനുവിൻ്റെ മക്കളാണ്. അവർ സപ്തദ്വീപ് ഉൾപ്പെട്ട രാജ്യം മുഴുവനും സംരക്ഷിച്ചു പോന്നു. പ്രജകളെ സൃഷ്ടിക്കുക ബ്രഹ്മാവ് കർദഭ പ്രജാപതിയോട് ആജ്ഞാപിച്ചു. അതുപ്രകാരം 10,000 വർഷം സരസ്വതീ തീരത്ത് തപസ്സു ചെയ്തു. അതിനുശേഷം പ്രജാപതി സമാധി കൊണ്ടും ഭക്തിപൂർവം സേവിച്ചും ഹരിയെ ശരണം പ്രാപിച്ചു. തപസ്സുകൊണ്ട് പ്രസന്നനായ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായി രൂപം പൂണ്ട് കർദമ പ്രജാപതിക്ക് ദർശനം നൽകി. പ്രസന്നഹൃദയനായ പ്രജാപതി നിർമ്മലനും സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നവനും 4 തൃക്കൈകളിൽ ശംഖം, ചക്രം, ഗദ, പത്മം ധരിച്ചവനും ആടയാഭരണങ്ങൾ അണിഞ്ഞവനും ലക്ഷ്മീദേവിയോടുകൂടി ഗരുഡൻ്റെ പുറത്തേറി വന്നവനുമായ ഭഗവാനെ ദർശിച്ച് ആനന്ദമഗ്നനും കൃതാർത്ഥനുമായി ഭൂമിയിൽ വീണ് നമസ്കരിച്ചു തൊഴുത് സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിച്ചു. മന്ദഹാസവും കടാക്ഷവും കലർന്ന അങ്ങയുടെ ദർശനത്താൽ എൻ്റെ കണ്ണുകൾക്ക് സാഫല്യം ലഭിച്ചിരിക്കുന്നു. ഭഗവാന്റെ ദർശനത്തിനു വേണ്ടി യോഗികൾ തപസ്സു ചെയ്യുന്നു, അനേകം ജന്മമെടുക്കുന്നു. ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായവരും ഭോഗസുഖങ്ങൾ ആഗ്രഹിക്കുന്നവരും സംസാര സമുദ്രം കടക്കുന്നതിനു വേണ്ടി അങ്ങയെ സേവിക്കുന്നു, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ അവരെല്ലാം അങ്ങയുടെ യോഗമായയിൽ ആകർഷിക്കപ്പെട്ടവർ തന്നെയാണ്. അങ്ങ് അവരുടെ കാമങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന സത്യം മറച്ചു വയ്ക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു. കാരണം എല്ലാ കാമങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം. അവരെപ്പോലെ ഞാനും ഭോഗവാസനകളാൽ ദുഷ്ടചിത്തനായി തീർന്നിരിക്കുന്നു. ഒരുവളെ സഹധർമ്മിണിയായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവാഭീഷ്ടപ്രധാനനായ അങ്ങ് എന്നെ അനുവദിക്കണം. പാദപത്മം ശരണം പ്രാപിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഞാനും അതിൽ പങ്കുചേരുന്നു. കാമഭ്രാന്തന്മാരെയും മൃതപ്രായരെയും ഉപേക്ഷിച്ച് ശരീരധർമ്മങ്ങളെല്ലാം മറന്ന് കഥാമൃതം സേവിച്ചാൽ ഒരിക്കലും കാലചക്രം കീഴ്പ്പെടുത്തുന്നതല്ല, നാശം ബാധിക്കുന്നുമില്ല. പ്രപഞ്ചം സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും അവസാനം സംഹരിക്കുകയും ചെയ്യുന്ന അങ്ങേക്ക് വിഷയസുഖം ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിച്ച് അനുഗ്രഹിക്കണം. യോഗമായയാൽ പരിച്ഛിന്നനെപ്പോലെ സ്വരൂപമെടുത്ത് സുന്ദരിയായ തുളസി സമേതം അങ്ങ് വർത്തിക്കുന്നത് പോലെ എനിക്കും വരമരുളുവാൻ കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീലാകാശത്ത് ഗരുഡൻ്റെ കഴുത്തിലിരുന്ന് ശോഭിക്കുന്ന ഭഗവാൻ കർദമനെ നിഷ്കപട ഭക്തി കലർന്ന സ്തുതി കേട്ട് പുഞ്ചിരി തൂകി. നിന്റെ ആരാധന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ മുമ്പ് തന്നെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്രജാപതെ, ഏകാഗ്രതയോടെ ആരാധിക്കാൻ സാധിച്ചാൽ അതൊരിക്കലും പാഴാകില്ല. കാര്യസിദ്ധി ഉടനെ കൈവരും. ബ്രഹ്മാവിൻ്റെ പുത്രനും ധർമ്മിഷ്ഠനുമായ ചക്രവർത്തിയാണ് സ്വയംഭൂ മനു. അദ്ദേഹം ബ്രഹ്മാവർത്തം എന്ന രാജ്യത്ത് വാഴുന്നു. 7 കടലോടുകൂടിയ ഫലഭൂയിഷ്ടമായ രാജ്യം. വലിയ ശ്രേഷ്ഠനും നീതിമാനുമാണ് ശതരൂപ. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയാണ്. മറ്റന്നാൾ ആ ദമ്പതികൾ അവിടെ എത്തും. കുലീനയും സുന്ദരിയും സൽഗുണസമ്പന്നയുമായ അവരുടെ മകൾക്ക് വിവാഹപ്രായം എത്തിയിരിക്കുന്നു. അവൾക്ക് അനുരൂപനായ വരനാണു നീ. അവളെ മനു ചക്രവർത്തി നിനക്ക് വിവാഹം കഴിച്ചു തരും. നിന്റെ ആഗ്രഹം നിറവേറും. നൃപകന്യക നിന്നെ സ്വീകരിക്കും. കാലചക്രം ഉരുളുമ്പോൾ 9 പുത്രിമാർ പിറക്കും. അവരെ യോഗ്യരായ ഋഷിമാർ വേൾക്കും. അവർക്ക് യഥാവിധി പുത്രന്മാരും ഉണ്ടാകും. നീ എൻ്റെ ആജ്ഞ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക, എല്ലാം എന്നിൽ അർപ്പിക്കുക. എന്നെ പ്രാപിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നിന്റെ പുത്രനായി ഞാൻ ദേവഹൂതിയിൽ അവതരിക്കും, തത്വശാസ്ത്രം നിർമ്മിക്കും. ഭഗവാൻ സത്യം വെളിപ്പെടുത്തി. ഇന്ദ്രിയങ്ങൾ അന്തർമുഖങ്ങളായി തീർന്നു. ദിവ്യപ്രകാശം പരന്നു. സരസ്വതി തീരത്തുള്ള ബിന്ദുസരസിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷനായി. കർദമ പ്രജാപതിയുടെ മനസ്സിൽ ആനന്ദം പൂത്തുലഞ്ഞു. വിവാഹ മുഹൂർത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രജാപതി സരസിൽ തന്നെ താമസിച്ചു.
സ്വർണത്തേരിൽ നിന്നും മനു ചക്രവർത്തി താഴെ ഇറങ്ങി. അവശനായിരുന്നുവെങ്കിലും ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം ആശ്രമത്തിലെത്താൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചു. പുണ്യം വിളയുന്ന കർദമാശ്രമത്തിനു ചുറ്റും പത്നിയും പുത്രിയും ചുറ്റി നടന്നു. എന്തൊരു സൗന്ദര്യം! മധുര ശബ്ദങ്ങളോടെ ഓടി നടക്കുന്ന മൃഗങ്ങളും പറന്നുകളിക്കുന്ന പക്ഷികളും അവരുടെ മനസ്സുകൾക്ക് കുളിരേകി. വൃക്ഷലതാദികളുടെ ശോഭയും ഫലഭൂയിഷ്ടിയും അവരുടെ ക്ഷീണവും വിശപ്പും അകറ്റി. മത്തുപിടിച്ച വണ്ടുകളും മതിച്ച മയിലുകളും പരസ്പരം വിളിച്ചുപാടുന്ന കുയിലുകളും അവർക്ക് ഹരം പകർന്നു. അഗ്നികർമ്മങ്ങൾ ബദ്ധശ്രദ്ധയോടെ നിർവഹിച്ച് യജ്ഞശാലയിൽ കഴിയുന്ന കർദമ പ്രജാപതിയെ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ആനന്ദം നൃത്തമാടി. അവർ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. എന്തൊരു ബ്രഹ്മ തേജസ്! ഭഗവത് കടാക്ഷം ആ മുഖത്ത് തെളിവോടെ ശോഭിക്കുന്നു. ഒറ്റ വസ്ത്രം ധരിച്ച ആ ജടാധാരി താമരക്കണ്ണനും ഉയരമുള്ളവനുമാണ്. മകൾക്ക് അനുയോജ്യൻ തന്നെയല്ലേ? രാജാവും പത്നിയും ശ്രദ്ധിച്ചു നോക്കി. കർദമന് കാര്യം മനസ്സിലായി. പ്രജാപതി ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു. തൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന രാജാവിനെ യഥാവിധി സ്വീകരിച്ച് പൂജിച്ചു. പരസ്പരം കുശലങ്ങൾ അന്വേഷിച്ചു. കർദമൻ രാജാവിനോട് ആഗമനോദ്ദേശം ആരാഞ്ഞു. മറുപടി കേട്ടപ്പോൾ കർദമന്റെ മനസ്സിൽ ആഹ്ലാദം തലതല്ലി. അലതല്ലി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഭാഗവതം ഭഗവത്ഗീതയൊക്കെ എല്ലാ ദിവസവും ഒരു അധ്യായമെങ്കിലും വായിക്കാൻ ശ്രമിക്കണം. ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ഒരു ശ്ലോകമെങ്കിലും ഒരു ദിവസം വായിക്കുക. അതിൻ്റെ ഭാവാർത്ഥവും വായിക്കുക. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് നമ്മുടെ ഒരു ദിനചര്യ പോലെ നമ്മൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു തലമുറയിലേക്ക് നമുക്കത് പകർന്നു കൊടുക്കാനും അടുത്ത ഒരു നല്ല ഒരു തലമുറ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് തുടങ്ങാം അല്ലേ? നമുക്കിപ്പോൾ നാട്ടിലെല്ലാവരെയും നടന്ന് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരെങ്കിലും നമ്മൾ കഴിയുന്നതും പഠിപ്പിക്കാൻ ശ്രമിക്കണം. ചെറിയ കുട്ടികളെ ഇപ്പോഴേ നമ്മൾ ഇതിൽ ഓരോന്നും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും വഴിതെറ്റിപ്പോവില്ല. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ശ്രമിക്കണം. ചെറുതായിട്ട് അണ്ണാരക്കണ്ണനും തന്നാലാവുന്നെന്ന് പോലെ എന്ന് പറയുന്ന പോലെ എല്ലാവരും ശ്രമിക്കുക. ഭഗവത്ഗീത ഒരു ശ്ലോകമെങ്കിലും വെച്ചിട്ട് വായിക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരുപാട് ഭഗവത്ഗീതകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് പ്രഭുപാദർ എഴുതിയ ഭഗവത്ഗീതയുണ്ട്. അപ്പോൾ അത് വായിക്കുക. വളരെ ലളിതമാണത്. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥങ്ങളും ഭാവാർത്ഥമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതിപ്പോൾ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും നമുക്ക് സ്വയം പഠിക്കാനും പറ്റും. ഇപ്പോൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് ആചാര്യന്മാരൊക്കെ ഇത് വിവർത്തനം ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുക. അപ്പോൾ നമ്മുടെ ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഹരേ കൃഷ്ണ.